നിന്റെ കൈക്ക് എന്ത് പറ്റി? അത് ഞാനൊന്ന് വീണതാ. അയ്യോ, വീണോ? എവിടെ? അത് ഓഫീസില്. അല്ല, ഓഫീസിൽ നിന്ന് ഇറങ്ങിയപ്പോ വഴിയിൽ വെച്ച് ഒരു കല്ലില് തട്ടി വീണതാ. സാരില്ല, ചെറിയ മുറിവേ ഉള്ളൂ. അല്ല, നീ എന്താ ലേറ്റ് ആയത്? അത് ഇന്ന് ഓഫീസിൽ നല്ല തിരക്കായിരുന്നു ചേച്ചി, അതാ ഇറങ്ങാൻ ലേറ്റ് ആയത്. എത്ര തിരക്കുണ്ടെങ്കിലും എല്ലാവരും 5:15 വെച്ച് പഞ്ചൗട്ട് ചെയ്യണം എന്നാണല്ലോ റൂള്. പിന്നെ നിനക്ക് മാത്രം എന്താ ഒരു എക്സെപ്ഷൻ? അത് പിന്നെ അത്യാവശ്യം ഒരു ഫയല് സെറ്റിൽ ചെയ്യാനുണ്ടായിരുന്നു. അത് പോയാ മതിയെന്ന് സാറ് പറഞ്ഞു. ആര്? നവീൻ സാറോ? അല്ല, പവൻ സാർ. ഹോ, അയാള് പുതിയ ഭരണപരിഷ്കാരമൊക്കെ തുടങ്ങിയോ? അല്ല, ഈ ഫയൽ സെറ്റിൽ ചെയ്യാൻ ജൂനിയറായ നീ മാത്രം അവിടെ ഉള്ളോ? വേറെ ആരും ഇല്ലായിരുന്നോ? ഞാനും പിന്നെ നവീൻ സാർ ഉണ്ടായിരുന്നു ചേച്ചി. ഓ, നവീൻ സാറ് എന്നെ കുറിച്ച് എന്തെങ്കിലും ചോദിക്കാറുണ്ടോ? അങ്ങനെ പ്രത്യേകിച്ചൊന്നും ചോദിച്ചില്ല. ചോദിക്കില്ല. ഞാനിപ്പോ പുകഞ്ഞ കൊള്ളിയല്ലേ. ഓഫീസിലുണ്ടായിരുന്ന സമയത്ത് എന്തൊക്കെയായിരുന്നു കോംപ്ലിമെന്റ്സ്. സിൻസിയർ, ലോയല്, വർക്കഹോളിക്, മണ്ണാങ്കട്ട ഒക്കെ വെറും വേഷം കെട്ടലായിരുന്നു ഇപ്പോഴല്ലേ മനസ്സിലായത്. എല്ലാരും കണക്ക. അങ്ങനെയൊന്നും അല്ല ചേച്ചി, നവീൻ സാറ് പാവാ. പവൻ സാറ് കമ്പനിയെ ഹൈജാക്ക് ചെയ്യാതിരിക്കാൻ വേണ്ടി മാക്സിമം ശ്രമിക്കുന്നുണ്ട്, പാവം. അത് നിനക്കെങ്ങനെ അറിയാം? അല്ല, ഓഫീസിൽ ഓരോരുത്തർ പറയുന്നത് കേട്ടതാ. ചേച്ചിയുടെ കാര്യത്തില് എല്ലാവർക്കും നല്ല വിഷമമുണ്ട്. ഓ, അതൊക്കെ ചുമ്മാതാന്നേ. നിന്റെ മുമ്പില് വെറുതെ സെന്റി അടിച്ച് കാണിക്കുന്നതല്ലേ. ആ നവമീൻ ടീമുമാണ് ഇതിന് പിന്നിൽ കളിച്ചെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. പണ്ട് അവള് പവൻ സാറിന്റെ ഫാനാ. ചേച്ചി സമാധാനിക്ക്, ഒക്കെ ശരിയാവുന്ന് എനിക്ക് ഉറപ്പുണ്ട്. അല്ല, എന്തായിരുന്നു മുകുന്ദനുണ്ണിയായുള്ള ഇഷ്യൂ? എനിക്കൊന്നും അറിയില്ല ചേച്ചി. ജോലി കഴിഞ്ഞ് വരുമ്പോ ആ ഉണ്ണി മുകുന്ദൻ എന്നെ വഴിയിൽ വെച്ച് കണ്ടു. അയാളുടെ കത്തിന്ന് ഒരുവിധം രക്ഷപ്പെട്ടു പോരാൻ തുടങ്ങിയപ്പോഴാ ആ അമ്പിളി അമ്മയുടെ വരവ്. പിന്നെ അവരുടെ വക ഒരു ഷോ ഓഫ് ആയിരുന്നു. അതിന്റെ ബാക്കി പ്രകടനം ഇവിടെയും ഉണ്ടായിരുന്നു. അമ്മയായിട്ട് ശരിക്കും ഉടക്കിയിട്ടാ പോയത്. ആകെ നാണക്കേടായി. വേണം, അമ്മയായിരുന്നല്ലോ ആ പ്രപ്പോസലിന്റെ കാര്യത്തിൽ ഇത്രയും വാശി പിടിച്ചത്. അപ്പൊ ഇങ്ങനെ തന്നെ കിട്ടണം. ചേച്ചി, ഞാൻ ആകെ ടയേർഡാ. ഒന്ന് കിടക്കട്ടെ, നമുക്ക് പിന്നെ സംസാരിക്കാം. മോളെ, സമയം കിട്ടുമ്പോ നീ ഒന്ന് നവീൻ സാറിനോട് എന്റെ കാര്യം പറയണേ. എത്രയും പെട്ടെന്ന് എനിക്കിവിടെ റീജോയിൻ ചെയ്യണം. ഇവിടെ വെറുതെ ഇരുന്ന് ഭ്രാന്ത് പിടിക്കുക. അതുമാത്രല്ല, സഞ്ജു വിളിക്കുമ്പോഴൊക്കെ ചോദിക്കും ജോലിയുടെ കാര്യം എന്തായിന്ന്. ഇന്ന് ശരിയാവും, നാളെ ശരിയാവും എന്നൊക്കെ പറഞ്ഞു ഞാൻ മടുത്തു. ഇക്കാര്യം ചേച്ചി എന്നോട് പ്രത്യേകം പറയേണ്ട ആവശ്യമുണ്ടോ? അവസരം കിട്ടുമ്പോഴൊക്കെ ഞാൻ ചേച്ചിയുടെ കാര്യം സാറിനോട് സൂചിപ്പിക്കാറുണ്ട്. ഇനിയും പറയാം. ചേച്ചി ടെൻഷൻ ആവണ്ട, എല്ലാം ശരിയായി വരുന്നേ. ധൈര്യമായിട്ടിരിക്കെ. എന്നാ നീ കിടന്നോ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് ചേച്ചി. ഇപ്പൊ ദയക്ക് ഈ വീട്ടിലൊരു വിലയൊക്കെ ഉണ്ട്. എടോ, താൻ കിടക്കണില്ലേ? ഇയാളെന്താ ഇങ്ങനെ കൊച്ചുകുട്ടികളെ പോലെ? എന്താ എന്നോട് പിണക്കത്തില്ല? എന്തുവാടോ ഇത്? ഇത്രക്കൊക്കെ പിണങ്ങാൻ വേണ്ടി ഇവിടെ എന്താ സംഭവിച്ചേ? താൻ ചെയ്തത് തെറ്റാണെന്നൊന്നുമല്ല ഞാൻ പറഞ്ഞത്. അങ്ങനെ ഒരു സന്ദർഭത്തിൽ നമ്മൾ കുറച്ചുകൂടി സംയമനത്തോടെ വേണമായിരുന്നു അമ്പിളിയമ്മയെ നേരിടേണ്ടിരുന്നത്. അത്രയേ ഞാനും ക്ഷമയെ ഉദ്ദേശിച്ചുള്ളൂ, അല്ലാതെ ആരും തന്നെ കുറ്റപ്പെടുത്തിയതല്ലേ. ദേ, താൻ എങ്ങനെ പിണങ്ങി മുഖവും വീർപ്പിച്ചൊക്കെ നടന്നാല് എനിക്കും പിള്ളേർക്കൊക്കെ ആകെ വിഷമാവില്ലേ?
ക്ഷമയും ദയൊക്കെ ആകെ സങ്കടപ്പെട്ടിരിക്കാം. വാ, പിണക്കൊക്കെ മാറ്റിവെച്ച് നല്ല കുട്ടിയായിട്ട് വന്ന് കിടന്നുറങ്ങാൻ നോക്കാം. വാ, വാടോ. ഹലോ ബ്രോ. ചേട്ടാ ഇതുവരെ ഉറങ്ങിയില്ലേ? അതെങ്ങനെ ഉറങ്ങും? എട്ടും പൊട്ടും തിരിയാത്ത ഒരു അനിയൻകുട്ടൻ വീട്ടിൽ വന്ന് കയറാതെ ഈ ചേട്ടന് ഉറക്കം വരില്ലല്ലോ. ഓ അങ്ങനെ. അതെ ബ്രോ, എന്നെ അങ്ങനെ അങ്ങ് തീരെ കുട്ടിയാക്കണ്ട കേട്ടോ. നീ വാ. നീ എന്താ മമ്മി വിളിച്ചിട്ട് ഫോൺ എടുക്കാത്തത്? അവ എന്നെ വിളിച്ചു, നിന്റെ കാര്യം പറഞ്ഞ് കുറെ സങ്കടപ്പെട്ടു. സോറി ചേട്ടായി, ഞാൻ കുറച്ച് ബിസി ആയിരുന്നു. എന്നോട് സോറി പറഞ്ഞിട്ട് എന്താ മോനെ കാര്യം? എത്ര തിരക്കിലാണെങ്കിലും വല്ലപ്പോഴും പപ്പാജിയും മമ്മിയൊക്കെ വിളിച്ച് ക്ഷേമം അന്വേഷിക്കേണ്ടത് നമ്മുടെ കടമയല്ലേ? ആ, എന്നെ കുറ്റപ്പെടുത്തിയതൊന്നുമല്ല, മമ്മിയുടെ സങ്കടം പറച്ചിൽ കേട്ട് പറഞ്ഞതേ ഉള്ളൂ. അല്ല, എവിടെയായിരുന്നു സാർ ഇതുവരെ? അത് പിന്നെ ഞാൻ ഫ്രണ്ട്സുമായി കമ്പനി കൂടാൻ പോയതാണെന്ന് മനസ്സിലായി. കൂടുതൽ നിന്ന് വേർക്കാതെ എന്റെ മോൻ പോയി ചാച്ചാ നോക്ക്. ആ നവീൻ, നമ്മുടെ ഓഫീസിലെ കുട്ടിയില്ലേ, എന്താ എന്റെ പേര്? ആ, നിന്റെ പേഴ്സണൽ സെക്രട്ടറി ആയിട്ട് വർക്ക് ചെയ്യുന്ന, നമ്മുടെ ഓഫീസിൽ ഈയിടെ ജോയിൻ ചെയ്ത. ഓ ദയ സിദ്ധാർത്ഥ്. അതെ, അത് തന്നെ. ആ കുട്ടി ഇന്നിവിടെ വന്നിരുന്നു. അയ്യോ, ആ കാര്യം ഞാൻ ചേട്ടായിയോട് പറയാൻ മറന്നുപോയി. ഓഫീസിൽ വെച്ച് ദയയുടെ ഒരു റിങ് എന്റെ കയ്യിലായി പോയി. നാളെ തിരിച്ചേൽപ്പിക്കാന്ന് ഞാൻ പറഞ്ഞതാ, പക്ഷെ ഇന്ന് തന്നെ ആ കുട്ടിക്ക് അത് വേണോന്ന് പറഞ്ഞു. എന്തോ അത്യാവശ്യം ഉണ്ടെന്ന്. എങ്കിലും ഇവിടെ വന്ന് എടുത്തോളാം ഞാനാ പറഞ്ഞത്. കാര്യം എനിക്ക് പിടികിട്ടി, പക്ഷെ ഒരു സംശയം. എന്താ ചേട്ടായി? ആ കുട്ടിക്ക് മെന്റലി എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഏയ്, ആളൊരു പാവാ. എന്താ പറയാ, ഒരു കിളി പോയ ടൈപ്പ്. ഒരു കിളിയൊന്നും അല്ല മോനെ, അതിന്റെ ഒരു ലക്ഷണശാസ്ത്രം വെച്ചിട്ട് മിനിമം ഒരു 4-5 കിളിയെങ്കിലും മിസ്സായിട്ടുണ്ടാവും. ഇവിടെ വന്ന എന്തൊക്കെ അഭ്യാസം അത് കാണിച്ചത്? വന്ന് കാര്യം പറഞ്ഞ് സാധനം കൊണ്ടുപോകുന്നതിന് പകരം കള്ളന്മാരെ പോലെ ഗേറ്റ് ചാടി കിടക്കുക, ആരുടെയും കണ്ണിൽ പെടാതെ റൂമിൽ പതുങ്ങി നടക്കുക. എന്താ കുട്ടി ഇങ്ങനെയൊക്കെ? അത് പിന്നെ ചേട്ടയെ ഫേസ് ചെയ്യാനുള്ള പേടി കൊണ്ടാവും. പേടി തോന്നിയാൽ ആൾക്കാർ ഇങ്ങനെയൊക്കെയാണ് പെരുമാറുക. ബെസ്റ്റ്. അല്ല, ആ കുട്ടിയുടെ മോതിരം എങ്ങനെ നിന്റെ കയ്യിൽ പെട്ടു? അത് പിന്നെ ക്യാബിൽ എന്തോ സംശയം ചോദിക്കാൻ വന്നപ്പോ കയ്യിലത് പിടിച്ചിരിക്കായിരുന്നു. ഒരു കൗതുകത്തിന് വാങ്ങി നോക്കിയതാ ഞാൻ. അപ്പോഴേക്കും ആ കുട്ടി മറ്റെന്തോ കാര്യത്തിന് പോയി. അങ്ങനെ എന്റെ കയ്യിൽ പെട്ടതാ. ആ, നീ ആ റിങ്ങിലെ ഡയമണ്ട് ശ്രദ്ധിച്ചോ? അത്യാവശ്യം കോസ്റ്റ്ലിയാ. അതെ, സത്യത്തിൽ അത് നോക്കാൻ വേണ്ടിട്ട് ആ കയ്യിൽ നിന്ന് അത് വാങ്ങിയേ. അത്രയും കോസ്റ്റ്ലി ഒരു ഗിഫ്റ്റ് സമ്മാനിക്കണമെങ്കിൽ അവളുടെ ഫ്രണ്ട് ഏതോ ബിഗ് ഷോട്ട് ആയിരിക്കും, അല്ലേ ബ്രോ? ആയിരിക്കും. ഇനിയൊരു കുസൃതി ചോദ്യം ചോദിക്കട്ടെ. ആ ബിഗ് ഷോട്ട് നീയല്ലല്ലോ? അയ്യോ ചേട്ടാ, എന്താ ഈ പറയുന്നേ? ഞാനോ? കൊള്ളാം. ഹേയ്, കൂൾ മാൻ, കൂൾ. ഞാൻ വെറുതെ നിന്നൊന്ന് ഇളക്കാൻ വേണ്ടി ചോദിച്ചല്ലേ. എന്നാ പിന്നെ രാവിലെ കാണാം. ഓക്കെ ബ്രോ. ശരി.
ഞാനറിയാതെ എന്റെ ജീവിതം എന്നിൽ നിന്നും വഴിമാറി ഒഴുകുകയാണ്. അസാധാരണമായ സ്വപ്നങ്ങൾക്ക് പിന്നാലെ അലഞ്ഞു നടന്നിരുന്ന എന്റെ മനസ്സ് ഇപ്പോ അതിലും വിചിത്രമായ സംഭവങ്ങൾക്കാണ് സാക്ഷ്യം വഹിക്കുന്നത്. എനിക്ക് ചുറ്റും നടക്കുന്നതൊക്കെ യാഥാർത്ഥ്യമാണോ, അതോ യാഥാർത്ഥ്യം എന്നെ തെറ്റിദ്ധരിപ്പിക്കുന്ന സ്വപ്നങ്ങളോ? ഇപ്പോഴും ഒന്നും ഉറപ്പിച്ച് പറയാൻ കഴിയാത്തൊരവസ്ഥ. ആരാണ് ഈ പവൻ മാധവ്? കമ്പനി മേധാവി എന്നതിനപ്പുറം അയാൾക്ക് എന്റെ ജീവിതത്തിൽ എന്തെങ്കിലും സ്ഥാനമുണ്ടോ? ഇന്ന് ആ വീട്ടിലൊരു കള്ളിയെ പോലെ പതുങ്ങി ചെല്ലാനും പിടിക്കപ്പെട്ടപ്പോ ധൈര്യത്തോടെ ആ സന്ദർഭം നേരിടാനൊക്കെ എങ്ങനെ കഴിഞ്ഞു എന്ന് ഇപ്പൊ ഓർക്കുമ്പോ എനിക്ക് അത്ഭുതം തോന്നുന്നു. അയാൾക്ക് മുന്നിൽ ചിലവഴിച്ച ഓരോ നിമിഷവും ഭയമായിരുന്നോ മനസ്സിൽ, അതോ അറിയില്ല. ക്ഷമച്ചേച്ചിയും നവീൻ സാറൊക്കെ പറയുന്ന പോലെ അയാൾ ശരിക്കും ഒരു ഭയങ്കരനാണോ? അങ്ങനെ ആവാതിരിക്കട്ടെ. അന്ന് ഞാൻ അബദ്ധത്തിൽ ചുംബിച്ചത് ഈ പെൺകുട്ടി തന്നെ ആവണം. ഇന്ന് ഞാൻ അവളുടെ അടുത്ത് ചെന്നപ്പോഴും അനുഭവപ്പെട്ടത് അതേ മണമായിരുന്നു. അപ്പൊ അവള് തന്നെ ആവണം ആ പെണ്ണ്. ഞാനാണത് ചെയ്തതെന്ന് അവൾക്ക് മനസ്സിലായി കാണോ? അതാണോ എന്നെ കാണുമ്പോൾ അവൾ ഭയപ്പെടുന്നത്? ഏയ്, അവൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടാവില്ല. ചെറിയൊരു സംശയം അവളുടെ ഉള്ളിൽ ഉണ്ടായിരുന്നെങ്കിൽ അവൾ അതേപ്പറ്റി എന്നോട് ചോദിക്കുമായിരുന്നില്ലേ? ദയ സിദ്ധാർത്ഥ്. ഇന്നെന്താ അമ്മ ബ്രേക്ക്ഫാസ്റ്റ്? ദോശയാണോ? ഈ ദോശ ഇഡലിയും പുട്ടും ഒക്കെ കഴിച്ചു മടുത്തു. എനിക്കിനി ബ്രേക്ക്ഫാസ്റ്റിനെ വല്ല സാൻഡ്വിച്ചോ ഫ്രൂട്ട്സോ ഒക്കെ മതിയമ്മ. ഉച്ചയ്ക്ക് ഒരു ശകലം ചോറ്, രാത്രി സാലഡ് കഴിച്ചോളാം. ഇനി കുറച്ചു ദിവസത്തേക്ക് കൂടി ഡയറ്റ് എടുത്തില്ലെങ്കിലേ ശരിയാവില്ല. അമ്മയോട് എത്ര തവണ ഞാൻ പറഞ്ഞിട്ടുള്ളതാ എനിക്ക് ഈ ദോശ ഇഡ്ഡലി ഒന്നും ശരിയാവില്ലെന്ന്. ആ, എനിക്കൊരു ബ്രെഡ് ഓംലേറ്റ് മതി അമ്മ. നാളെ മുതൽ ഞാൻ സ്ട്രിക്റ്റ് ഡയറ്റ് എടുക്കാൻ പോവാ. ഞാൻ പറയുന്നത് വല്ലതും അമ്മ കേൾക്കുന്നുണ്ടോ? ബ്രെഡ് ഓംലേറ്റ് അമ്മ ഉണ്ടാക്കോ അതോ ഞാൻ ഉണ്ടാക്കണോ? എന്തെങ്കിലും ഒന്ന് വാ തുറന്ന് പറയമ്മേ.
കുഴപ്പമില്ല അച്ഛാ. അമ്മ യുദ്ധം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഏ എന്തു പറ്റി? വായിൽ വെള്ളം നിറച്ച് മൗനവ്രതത്തിലാളിപ്പോ. ഞാൻ എന്ത് ചോദിച്ചിട്ടും ഒരു മറുപടിയും പറയുന്നില്ല. രാവിലെ ചായ എന്നപ്പോഴും എന്നോടൊന്നും മിണ്ടിയില്ല. ഞാൻ വിചാരിച്ചു പിണക്കവും ദേഷ്യമൊക്കെ എന്നോട് മാത്രമേ കാണുമെന്ന്. അമ്മ ഇത്ര അങ്ങോട്ട് സീരിയസ് ആവാൻ മാത്രം ഇവിടെ ഇപ്പൊ എന്താ ഉണ്ടായത്? ആ അമ്പിളി അമ്മയെ ഡീൽ ചെയ്ത രീതി ശരിയല്ല എന്ന് പറഞ്ഞത് ഇത്ര വലിയ തെറ്റാണോ? അമ്മയുടെ സ്വഭാവം നിനക്കറിയില്ലേ മോളെ? അമ്പിളി അമ്മ ഇവിടെ വന്ന് വഴക്കുണ്ടാക്കിയതിനേക്കാൾ അവക്ക് ഫീൽ ചെയ്തത് നമ്മൾ അവളെ കുറ്റപ്പെടുത്തിയതിനാ. എല്ലാവരും കൂടി ഒറ്റപ്പെടുത്തുകയാണെന്ന് തോന്നിക്കാണും. എഴുതാപ്പുറം വായിക്കാൻ പണ്ടേ മിടിക്കുകയാണല്ലോ. ആകെ അബദ്ധമായല്ലോ. ഇനിയിപ്പത് സോൾവ് ചെയ്യാൻ എന്താ ഒരു മാർഗം? നമുക്ക് രണ്ടുപേർക്കും കൂടി പോയിട്ടൊരു സോറി പറഞ്ഞാലോ? എന്തിന്? അതിന് മാത്രം തെറ്റൊന്നും നമ്മൾ ചെയ്തില്ലല്ലോ. അത് നമുക്കല്ലേ അറിയൂ. പോട്ടെ, ഒരു സോറി പറയുന്നതുകൊണ്ട് പ്രശ്നങ്ങളെല്ലാം അവസാനിക്കണമെങ്കിൽ അതല്ലേ മോളെ നല്ലത്. പക്ഷെ അതുകൊണ്ട് പ്രശ്നം തീരുമെന്ന് എനിക്ക് ഒരു ഉറപ്പുമില്ല അച്ഛാ. അച്ഛൻ ഓർമ്മയുണ്ടോ പണ്ട് ദയ കോഴ്സ് ഡിസ്കണ്ടിന്യൂ ചെയ്ത് വന്നപ്പോഴത്തെ വഴക്ക്? ആ വഴക്കില് അച്ഛൻ ദയയെ സപ്പോർട്ട് ചെയ്തതിന്റെ പേരിൽ അമ്മ ഇതുപോലെ വായിൽ വെള്ളം നിറച്ച് മൗനവ്രതം തുടങ്ങിയത്. 3 മാസം കഴിഞ്ഞ അമ്മ ആ സമരം അവസാനിപ്പിച്ചത്. അതും അച്ഛന് ഹാർട്ട് അറ്റാക്ക് ഉണ്ടായ ഒറ്റ കാരണം കൊണ്ട്. ഞാനിപ്പോ കാര്യം ഓർത്തെ. ഈ സമരം ഇനി എത്ര നാളെ നീട്ടിക്കൊണ്ടു പോവാനാണോ ലതയുടെ ഉദ്ദേശം? നമുക്കൊരു ഐഡിയ പരീക്ഷിച്ചു നോക്കിയാലോ അച്ഛാ? എന്ത് ഐഡിയ? അന്നത്തെ ആ ഹാർട്ട് അറ്റാക്ക് നമുക്ക് ഒന്നുകൂടെ നിറയ്ക്കാലോ. അച്ഛൻ ചുമ്മാ ഒന്ന് ആക്ട് ചെയ്താൽ മതി. സംഭവം കളറാക്കുന്ന കാര്യം ഞാൻ ഏറ്റു. ഏയ് ഒന്ന് പോടി, അതൊന്നും ശരിയാവില്ല. എനിക്ക് അഭിനയിക്കാനൊന്നും അറിയില്ല. അതും ശരിയാ. പരിപാടി എങ്ങാനും ചീറ്റിപ്പോയാ ആയുഷ്കാലം മുഴുവനും അമ്മ വായിൽ വെള്ളവും നിറച്ച് നടക്കേണ്ടി വരും. ഈ പെണ്ണു കാരണം എന്തൊക്കെ വയ്യാവേലിയാണോ ഈ വീട്ടിൽ സംഭവിക്കുന്നത്. എന്നിട്ട് അവക്കതിന്റെ വല്ല ടെൻഷനും അറിയണോ? അണിഞ്ഞൊരുങ്ങി ഓഫീസിൽ പോയ പോരെ. ബാക്കിയുള്ളവര് ഈ ഷോയിനെ എത്ര നാൾ സഹിക്കേണ്ടി വരുമെന്ന് ഓർക്കുമ്പോഴോ. നീ എന്തിനാ വെറുതെ ദയെ കുറ്റം പറയുന്നേ? ആ പാവം എന്ത് തെറ്റിയതിട്ടാ?